കള്ളന്മാർ ഓരോന്നായിട്ട് ഇപ്പൊ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മണികണ്ഠ, ശബരിമലയിലെ ആ സ്വർണ്ണക്കൊള്ള കേസൊക്കെ ഇപ്പൊ എന്തായി? വല്ല രക്ഷയുണ്ടോ? അതോ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണോ? എന്താണ് കൃഷ്ണ, കള്ളന്മാർ ഓരോന്നായിട്ട് ഇപ്പൊ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നീ കാണുന്നുണ്ടല്ലോ അല്ലേ? മണികണ്ഠ, കലിയുഗമല്ലേ. ധനമുള്ളവൻ ബഹുമാനിക്കപ്പെടും, അധികാരമുള്ളവർ നീതികേട് കാട്ടും. അതൊക്കെ അവിടെ സ്വാഭാവികമാണ്. അപ്പോൾ എന്റെ സന്നിധിയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയവൻ പണത്തിന്റെയും അധികാരത്തിന്റെയും മറവിൽ എന്നും സുരക്ഷിതനായി തുടരുമെന്നാണോ? പണ്ടേ ഈ നാട്ടിൽ അഴിമതിയുടെ സൂത്രധാരന്മാർ കാണാമറയത്താണല്ലോ മണികണ്ഠ. ഇവിടെയും നീ മറ്റൊന്നും പ്രതീക്ഷിക്കണ്ട. കള്ളന്മാർ ഭരണാധികാരികളും ഭരണാധികാരികൾ കൊള്ളക്കാരുമാകുന്ന ഈ നാട്ടിൽ ഞാനും മറ്റൊന്ന് പ്രതീക്ഷിക്കുന്നില്ല. മണികണ്ഠ, കലിയുഗത്തിൽ ഭരണാധികാരികൾ കവർച്ചക്കാരാകും. ദയയില്ലാതെ നികുതി ചുമത്തി അവർ പ്രജകളുടെ സ്വത്ത് കവർന്നുകൊണ്ടേയിരിക്കും. കൃഷ്ണ, എല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷേ എന്റെ ഈ ശാപത്തിൽ നിന്ന് ആ സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരൻ ഒരിക്കലും രക്ഷപ്പെടില്ല. അങ്ങനെ തന്നെ വേണം മണികണ്ഠ. നീതി നടപ്പിലാക്കുക എന്നത് നിന്റെ കടമയാണ്. ആ അധർമ്മികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം.